ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അങ്കമാലി മീൻ കറിയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അങ്കമാലി മീൻ കറി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് മൺചട്ടിയിലേക്ക് ഇടാം. ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തതും കൂടി ഇടാം. പച്ചമുളക് നമുക്ക് എരിവ് കണക്കാക്കി ഉപയോഗിക്കാം. ഞാനൊരു 4 പച്ചമുളക് ഉപയോഗിക്കുന്നത്, 4-5 യൂസ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കുക്കിംഗ് ഇല്ല, അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ആ സവോളയും ഒക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. വഴറ്റിലൊന്നുമില്ല. പച്ചമുളകും മുളക് പൊടിയൊക്കെ ചേർത്തേക്കുന്നുണ്ട്. ഇത്തിരി എരിവ് പാടില്ലാത്തവർക്ക് വേണമെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാം. ഇത്ര എരിവ് ഉണ്ടാകത്തില്ല, എങ്കിലും കോച്ചിൽ തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യും. ഈ മിക്സർ റെഡിയാണ്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മാങ്ങയുടെ പകുതി ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് അതിനകത്തേക്ക് ചേർക്കാം. അങ്കമാലി സ്റ്റൈലിൽ നമ്മൾ മീൻ കറി ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകത മാങ്ങ ഇട്ടിട്ടുള്ള മീൻ കറിയാണ്. അപ്പം മാങ്ങ ഇട്ട ശേഷം വീണ്ടും കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് 2 കപ്പ് രണ്ടാം പാൽ ചേർക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് 2 കപ്പ് തേങ്ങയാണ്, തിരുമിയ തേങ്ങയാണ്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പിഴിഞ്ഞെടുത്താണ് 1-ാം പാൽ. അതിനുശേഷം അതിലേക്ക് വീണ്ടും 2 കപ്പ് വെള്ളം ഒഴിച്ച് എടുത്തേക്കുന്നതാണ് 2-ാം പാൽ. അപ്പോൾ മാങ്ങായിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ആ മാങ്ങയുടെ പുളി നന്നായിട്ട് ഇറങ്ങണം. പിന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് മാങ്ങ എന്ന് പറഞ്ഞാൽ മൂവാണ്ടൻ മാങ്ങ തന്നെയാണ്. ഇനി ഇത് അടച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. 10 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ചെക്ക് ചെയ്യാം. അപ്പം മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഉപ്പ് ഇച്ചിരി പൊടിക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന മാങ്ങയുടെ പുളിയൊക്കെ അനുസരിച്ച് എപ്പോഴും ഉപ്പിൻ്റെ അളവിച്ച് വ്യത്യാസം വരാം. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് ചേർത്തിട്ട് ഇടുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടുകയാണ്. ഇതിലേക്ക് മീൻ ചേർക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് നെമ്മീനാണ്. ഏത് മീനും യൂസ് ചെയ്യാം. 1/2 കിലോ നെമ്മീൻ. തൊലിയുള്ള പീസാണ് സാധാരണ ഉപയോഗിക്കാറ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. തിള വന്ന ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 7 മിനിറ്റോളം നമ്മൾ കുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ മീനെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് 1-ാം പാൽ ചേർക്കണം. ഫ്ലെയിം ലോയിലാണ് കിടക്കുന്നത്. ഒരു 3/4 കപ്പ് തിക്ക് പാൽ ചേർക്കാം. ഇത് ഓഫ് ചെയ്യാം. ചട്ടിയായതുകൊണ്ട് നന്നായിട്ട് ചൂടാവും പെട്ടെന്ന്. ഇനി നമുക്ക് താളിക്കാനായിട്ടുണ്ട്. താളിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. താളിക്കാനായിട്ട് 1/4 ടീസ്പൂൺ ഉലുവ, ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് ചുവന്നുള്ളി ഒരു 5 എണ്ണം വട്ടത്തിലരിഞ്ഞതിടാം. ചുവന്നുള്ളി ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ വറ്റൽ മുളക് 2 എണ്ണം കീറിയിടാം. ഒപ്പം കുറച്ച് കറിവേപ്പില. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കാശ്മീരി മുളക് പൊടി ഒരു നിറത്തിന് വേണ്ടിയിട്ട് ഇടാം. ഇനി നമുക്കിത് മീനിൻ്റെ മിക്സറിലേക്ക് ഒഴിക്കാം.
ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട്. അങ്കമാലി മീൻ കറി റെഡിയാണ്. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അങ്കമാലി മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ ആ ഒരു മിക്സിംഗ് ആണ്. കൈവച്ച് തിരുമ്പുമ്പോൾ നന്നായിട്ട് ഞെരടി തിരുമ്പുക. ആ സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് എണ്ണയും ഉപ്പും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവണം. കാരണം പൊടികളൊക്കെ പച്ചയ്ക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ പച്ചമണം ഫുള്ളായിട്ട് മാറണം. അതൊരു 2-3 മിനിറ്റ്സ് ടൈം എടുത്ത് തന്നെ നന്നായിട്ട് ഞെരിടുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ലൂസാണെങ്കിലും അത് ഇരിക്കും തോറും തിക്കായി വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് എടുക്കുക. നല്ല ടേസ്റ്റി കറിയാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പറാട്ടയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.